അമ്മേനെ ഒന്ന് കാണിച്ചു തരാം. അമ്മ അങ്ങനെ ഗവൺമെന്റ് ടീച്ചർ ആയിരുന്നു, +1 +2 മാത്സ് ആയിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു അറഗൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. ആ വിഷ്ണുവിനോടൊക്കെ പ്ലേറ്റ് എടുക്കാൻ പറഞ്ഞ, പ്ലേറ്റ് എടുക്കും മോനെ, എന്താ ചെയ്യാ. അതൊരിക്കലും മാറില്ല ടീച്ചേഴ്സിന്. അതെ കറക്റ്റാ. അമ്മ പറയുന്നതിൽ ഏറ്റവും രസകരമായി തോന്നിയേക്കണ കാര്യം എന്താ? അല്ല എന്നാലും ഒരു ഡയലോഗ് പറ, അമ്മയെ സ്ഥിരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാറുള്ള ഒരു ഡയലോഗ്. എങ്ങനെയാ? മോനെ എന്നുള്ള വിളി ഒന്നും അമ്മയുടെ ഭയങ്കരമായ സ്നേഹം കൊണ്ട് മനെ മനെ. അപ്പൊ നമ്മള് ദൂരെ അപ്പൊ വിഷ്ണുവിന്റെ പേര് വിളിക്കില്ല, വിഷ്ണു വിഷ്ണു എന്ന് വിളിക്കത്തേ ഇല്ല. അപ്പം നമുക്ക് ദൂരെ നിൽക്കുമ്പോ ഇങ്ങനെയാണ് മന്നെ മന്നെ. പറയുന്നതാണെന്ന് അറിയാലോ. ഇത് ഇതാണ് ഞങ്ങൾക്കും വേണ്ടത്, അതാണ് പ്രശ്നം. ഇച്ചിരി കൂട്ടി പറയും കേട്ടോ, ഇച്ചിരി തള്ളി കൂട്ടി പറയും. പക്ഷെ ഷീ ഈസ് കൈൻഡ് ഓഫ് വെരി ആക്റ്റീവ്. ആക്റ്റീവ് ഇൻ ദ സെൻസ് ഇപ്പൊ റിട്ടയർഡ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് ഇപ്പം തിരുവാതിര പഠിക്കുന്നുണ്ട്, യോഗ ചെയ്യും, എല്ലാം ചെയ്യും. പിന്നെ ചേച്ചി എന്നാണ് എല്ലാരും പറയുന്നത്, എന്റെ അമ്മയാണെന്ന് ആരും വിശ്വസിക്കാറില്ല. ചെയ്യാൻ ഞാൻ പറയും ഇതിലിടാന്ന് പറഞ്ഞു, അതിടാന്ന് പറയും യോഗ. ഞാനായിട്ടില്ല. നമുക്ക് ആദ്യം അടുക്കള കാണാം. എന്താണെന്നറിയില്ല, അമ്മയ്ക്ക് ഈ അടുക്കള കാണിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. ആ അതാണ്. പക്ഷെ ഇവിടെ അല്ലല്ലോ ഏരിയ, +2 സ്കൂൾ ടീച്ചറൊക്കെ അല്ലായിരുന്നോ? ഇപ്പോഴത്തെ എന്റെ ഓപ്പറേഷണൽ സ്പേസ് ഇവിടെയാണ് അമ്മ. പിന്നെ ഇത് ഫ്ലോറിങ് ഞങ്ങള് ഈ റിനോവേറ്റ് ചെയ്തപ്പോ ഞാനൊന്ന് മാറ്റിയായിരുന്നു. അപ്പം കുറച്ചുകൂടെ അടുക്കള ഒന്ന് ലൈക്ക് ഇത് ഇവിടെ വെച്ച് ഇത് ക്ലോസിംഗ് ആയിരുന്നു, അതൊക്കെ ഒന്ന് ഇടിച്ചു മാറ്റി നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സ്പേസ് ആക്കി വലുതാക്കി ഒന്ന് ഫ്രിഡ്ജ് വെക്കാൻ. ഡാൻസ് കളിക്കാനുള്ള സ്പേസ് ഉണ്ടല്ലോ. ആണോ? ഇനിയുണ്ടോ? വേറൊരു കിച്ചണാ. അമ്മയ്ക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ അടുപ്പ് കത്തിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. അപ്പൊ ആണോ? അതൊക്കെ എടുത്തു തരാം, എല്ലാം കൊടുത്തിട്ടാ ഞങ്ങൾ വിടുള്ളൂ. ഇന്ന് ഞങ്ങൾ ചോറുണ്ടട്ടെ പോകണം. ഞങ്ങൾ ആലോചിക്കായിരുന്നു എന്ത് ചെയ്യുമെന്ന്. ഇനി ഇവിടെ നിന്ന് ചോറുണ്ടട്ടെ പോകണം. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ വേണം. അപ്പൊ അത് കൊണ്ടിട്ട് ഇതായിരുന്നു അടുക്കള വീണ. പിന്നെ ഇതെല്ലാം പിന്നെ ചെയ്തെടുത്തതായിരുന്നു മോളില്. ഇതെല്ലാം മോളുടെ കല്യാണം പ്രമാണിച്ച് മോള് തന്നെ ചെയ്താണോ അച്ഛനും അമ്മയും ചെയ്താണോ? അടുക്കളയുടെ കുറച്ച് കാശ് അമ്മ ഒരു 2 lakh രൂപ എനിക്ക് തന്നായിരുന്നു. ഞാൻ പക്ഷെ 85,000 ചെയ്തു തീർത്തു. ബാക്കി ആ 1.15 മോളെ മുക്കിയാ എന്നായിട്ടാ? അതെനിക്ക് അതന്നെ പറഞ്ഞ കല്യാണം പറഞ്ഞ നല്ല ചെലവുള്ള പരിപാടിയാണ് ഞങ്ങൾക്ക് ഗേൾസിന്. അതെ അല്ല എന്നാലും കല്യാണത്തിന് ചെലവ് അത് കഴിഞ്ഞ് നമുക്ക് ചെലവുകളില്ലേ? പിന്നെ തീർച്ചയായിട്ടും എനിക്കത് ഒരു പരാതി. ഇത് മറ്റേ ഇന്റർവ്യൂല് എങ്ങാണ്ട് പറഞ്ഞതുപോലെ അച്ഛൻ്റെ പൈസ മേടിച്ചു, മറ്റേ അച്ഛൻ്റെ പൈസ മുക്കി. സത്യം കേട്ടോ, ഞാൻ ഒരു 1.25 രൂപ മുക്കിയിട്ടുണ്ട്. അതല്ല എനിക്ക് തോന്നി വീണ ഈ അടുക്കളക്ക് ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. അതെ